ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇശൽ ക്രാഫ്റ്റ് ആൻഡ് ഗ്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പോകുന്നത് കാലിക്കറ്റ് സൗത്ത് ബീച്ചിനടുത്തുള്ള കഗ്രാർട്ട് എന്ന് പറയുന്ന കാലിഗ്രഫി സ്റ്റുഡിയോയിലേക്കാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ കാലിഗ്രഫി സ്റ്റുഡിയോ ആണ് കഗ്രാർട്ട്. കരിഗ്രഫി എന്നറിയപ്പെടുന്ന കാലിഗ്രഫറുടെ സ്ഥാപനമാണിത്. ജനുവരി 25 ഇവിടെ വെച്ച് ഒരു കാലിഗ്രഫി വർക്ക്ഷോപ്പ് നടന്നിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കരിഗ്രഫിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കാലിഗ്രഫിയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന മലയാളി. പിന്നെ കാലിഗ്രാഫിയുടെ തന്നെ കേരളത്തിൻ്റെ അഭിമാനമായി ഇന്ന് ലോകോത്തര വേദികളിൽ കാലിഗ്രാഫിയുടെ ആത്മാവിനെ തൊട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ആർട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നേരം 100 നാവാണെന്നൊക്കെ പറയുന്ന പോലെ അത്രയേറെ ആർട്ടിനെ കുറിച്ച് വിവരിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പിന് പങ്കെടുക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാലിഗ്രാഫി ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ സ്ക്രീനിലൂടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച് കാലിഗ്രാഫിയും കൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ പോയ ഒരു വ്യക്തി. സൗദി രാജാവിൻ്റെ ക്ഷണം വരെ സ്വീകരിച്ച് അവിടെ കാലിഗ്രാഫി ചെയ്ത അനുഭവങ്ങളും ഓരോന്ന് പറയുമ്പോൾ ശരിക്കും നല്ലൊരു വർക്ക്ഷോപ്പായിരുന്നു. അന്നത്തെ ക്ലാസ് എല്ലാവരും തന്നെ നന്നായി എൻജോയ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ലക്ഷറി കാറുകളിലൊക്കെ അറബിക് കാലിഗ്രാഫി ചെയ്യുന്ന വീഡിയോസ് എല്ലാം വൈറലായ വീഡിയോകളൊക്കെയാണ്. ഒരുവിധം എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയതാണ്. വൈകുന്നേരമായപ്പോൾ ചായ നിരത്തിരുന്ന എല്ലാവരും റൗണ്ടിലിരുന്ന് ചായ കുടിച്ചപ്പോൾ ഓരോരുത്തരോരോരോ ആർട്ടിനെ പറ്റിയിട്ട് ഓരോരോ വിശേഷങ്ങളും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. അതിനെ തിരിച്ചറിയുക, ചെയ്യാന്നുള്ളത്. കാറ്റ് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അതൊക്കെ ഒരു നോട്ട് ആദ്യം കണ്ണ് രജിസ്റ്റർ ആവണം കേട്ടോ ഒരു ഇലയിലേക്ക്. പിന്നെ നിങ്ങൾ ആ ഇലയിലേക്ക് കുറേ സമയം നോക്കുമ്പോൾ ആ ഇല ഇളകാൻ തുടങ്ങും. ഇളകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഇളകിയ പോലെ തോന്നും. അതാണ് ആർട്ട്. ഇലയെ നിങ്ങൾ സംസാരിപ്പിക്കും. നിങ്ങളെ വീട്ടിൽ മുളം കൊണ്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. മുള ബാമ്പു, നമ്മൾ ഇതിനെ കാലിഗ്രാഫി ചെയ്യുന്ന ബാമ്പു, അതിനൊരു ഭയങ്കര ഫിലോസഫിയുള്ള സാധനമാണ്. അത് ഇങ്ങനെ ഉണ്ടാവും. കുറേ മുകളിലോട്ട് പോയിട്ടൊരു ആടലുണ്ട്. ആ ആടുന്ന സമയത്തുള്ളൊരു സൗണ്ട് ഉണ്ട്, മുളങ്കൊണ്ടൊക്കെ സൗണ്ട്. പണ്ടത്തെ വീടുകളിലൊക്കെ നിങ്ങളത്, നമ്മളെ വീടില്ലേ, നമ്മളെ വീടിൻ്റെ കിണറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു മുളങ്കൊണ്ട. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഇതിങ്ങനെ ആടുന്ന സമയത്തുള്ള സൗണ്ട്. കാരണം രാത്രി വേറെ ലുക്കിലാവും. അറിയാം മുളേൻ്റെ ആണ്.